ഹായ് ഫ്രണ്ട്സ്, എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൊവ്വരി വെച്ചാണ് ചെയ്യുന്നത്. ചൊവ്വരിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നമുക്കിതിൽ വേണ്ടി ഉപയോഗിക്കാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ജെല്ലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ജെല്ലി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഒരു ഓയിലിൻ്റെ ജെല്ലി മിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 140 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ പകുതി. അപ്പോൾ അത് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സാധാരണ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇത് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. ഈ ഡ്രിങ്കിലേക്ക് ജെല്ലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കളർഫുള്ളായിട്ട് ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല ജെല്ലി ഇട്ടില്ലെങ്കിലും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചൊവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. ചൊവ്വരി ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാലും വെച്ചില്ലേലും കുഴപ്പമില്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ കുക്കാവുന്നതിൻ്റെ ടൈം കുറച്ചൊന്ന് വ്യത്യാസം വരുമെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുക്കായിട്ട് ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഡ്രിങ്കിൻ്റെ കൂടെ കടിക്കാൻ കിട്ടില്ല. ഒന്ന് കടിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഊറ്റിയെടുക്കുക. ഈ വെള്ളം മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. ഇപ്പോൾ വേവിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞു. ഇതിന് മുകളിലൂടെ കുറച്ച് സാധാരണ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. സാധാരണ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതൊരിക്കലും ഓവർ കുക്കായി പോകാൻ പാടില്ല. ആ കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നന്നായിട്ട് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. നല്ല നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം ഫ്രൂട്ട്സും എടുക്കുക. വാട്ടർമെലൺ ഒന്നും എടുക്കണ്ട, അല്ലാത്ത ഏത് തരം എടുക്കാം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ചേർക്കുമ്പോൾ നല്ല തണുത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചൊവ്വരി കൂടെ ചേർത്ത് കൊടുക്കുക. ചൊവ്വരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ട് ബാക്കി പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ കണ്ടൻസ് മിൽക്ക് ഹോം മെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പമാണ്. പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രമേ ഇതിലുള്ളൂ. ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മധുരം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച സബ്ജ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം ഫ്രൂട്ട്സും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ പാലിൽ എല്ലായിടത്തും ഇത് മിക്സായി കിടക്കുകയുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നട്ട്സാണ്. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തു വെച്ചത് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം നട്ട്സും ഇതിലേക്ക് ഉപയോഗിക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി ഉണ്ടല്ലോ, അതുകൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ജെല്ലി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജെല്ലി ചേർക്കുക, ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ചേർക്കുക. ഞാനിപ്പോൾ സ്ട്രോബെറിയുടെയാണ് ചേർത്തത്. അപ്പോൾ ഇത് ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കുടിക്കാൻ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും അങ്ങ്
കിട്ടും, പിന്നെ കുറച്ച് കളർഫുള്ളായിട്ടും കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രിങ്കിൻ്റെ പണി. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൊവ്വരി വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ നല്ല നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല തണുപ്പിച്ചിട്ട് തന്നെ എടുക്കുക. തണുപ്പിച്ചെടുത്താലേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ഇതിന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രിങ്കിൻ്റെ പണി. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും താങ്ക് യു. ബൈ.